കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഉത്തരമരുളി ചെയ്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. എന്നേക്കും ഞങ്ങളുടെ ശരണവുമേ, നിനക്ക് സ്തുതി. പാറയ്ക്കുമോ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്നേഹം നിറഞ്ഞ അച്ഛന്മാരെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, നോമ്പിൻ്റെ മൂർധന്യത്തിലേക്ക്, അതായത് നമ്മുടെ ധ്യാനത്തിൻ്റെ മൂർധന്യത്തിലേക്ക് ചെന്നടുത്തുകൊണ്ട് ഇരിക്കുകയാണ്. ആ സമയത്ത് എന്താണ് പ്രാർത്ഥന എന്നത് ഒന്ന് ഓർമ്മപ്പെടുത്താമെന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അത് നമ്മുടെ നോമ്പിലെ വായനകളിലൂടെ ഒരു സഞ്ചാരം മാത്രമാണ്. അതുകൊണ്ട് ദീർഘിപ്പിക്കില്ല, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ 6 ഞായറാഴ്ചയുടെയും കാര്യം പറഞ്ഞ് ദീർഘിക്കുമോ എന്ന് പേടിച്ചു പോവാം. ഇന്ന് പ്രാർത്ഥന എന്ന് പറയുന്നത്, ഞങ്ങളെ സെമിനാരി പഠിക്കുമ്പോൾ, അച്ഛൻ ഞങ്ങൾക്ക് സീനിയർ ആയതുകൊണ്ട് അച്ഛനൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് സുറിയാനിയാണ്. സുറിയാനി ചൊല്ലിയാൽ ഒന്നും മനസ്സിലാവില്ല. ഞങ്ങളിന്ന് പാടും 1.5 മണിക്കൂർ ഇല്ലേ, 1.5 മണിക്കൂർ. അന്ന് ഉച്ച വരെയുള്ള പാടി തീർത്താണ് നമസ്കാരം തീരും. ഒരു ദിവസം വലിയ വേദപണ്ഡിതനായ ഗ്രിഗോറിയോസ് തിരുമേനിയോട് ചോദിച്ചു, തിരുമേനി ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല, പിന്നെ ഇതെന്തിനാ ഇങ്ങനെ ചൊല്ലി കൂട്ടുന്നതെന്ന് ചോദിച്ചു. തിരുമേനി വളരെ സിമ്പിളായിട്ട് പറഞ്ഞു, അമ്മയുടെ മാറിലിരിക്കുന്ന കുഞ്ഞ്, ഏറ്റവും അമ്മയും കുഞ്ഞും നമ്മൾ ബന്ധം, നമ്മളൊക്കെ കുഞ്ഞുങ്ങളായിരുന്നു, ഇപ്പം അമ്മയും കുഞ്ഞുമുള്ള ബന്ധം വ്യത്യാസമുണ്ട്. തീരെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അമ്മയുമായിട്ടുള്ള ഏറ്റവും അടുപ്പമുള്ള ബന്ധം എന്ന് പറയുന്നത് തീരെ കുഞ്ഞായിരിക്കുമ്പോൾ. അവിടെ നിന്ന് അവൻ വല്ല ക്രിയകളോ അല്ലെങ്കിൽ അവൾ വല്ല ക്രിയകളോ ഒക്കെ ചെയ്യും. അപ്പം അമ്മയെ ചെവിക്ക് പിടിക്കും, ചിലപ്പോൾ മാന്തും ഒക്കെ ചെയ്ത് കുസൃതിയൊക്കെ കാണിച്ചിരിക്കും. ഒന്നും മനസ്സിലായിട്ടില്ല. പക്ഷേ അമ്മയ്ക്കും മോനും ഒരു പ്രിയം, ഒരു സ്നേഹം. കർത്താവിൻ്റെ മാറിൽ ചേർന്നിരിക്കുക എന്നത് മാത്രമേ പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങൾ വലിയ തിയോളജി ഒന്നും പറഞ്ഞിട്ട് അവിടെ ഫലമില്ല. നമ്മളൊക്കെ കണ്ടെത്താവുന്ന തിയോളജിക്കൊക്കെ അപ്പറയാണ് ദൈവം. നമുക്കാർക്കെങ്കിലും ദൈവത്തെക്കുറിച്ച് പറയാനൊക്കൂ? സയൻസ് കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പം എന്തും കുറച്ചേ ഉള്ളൂ. ഗാലക്സിൽ നീയും കാണാനുണ്ടെന്നാണ് സയൻസ് പറയണത്. അപ്പോൾ അതിനെയൊക്കെ സൃഷ്ടിച്ച സൃഷ്ടാവിനെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് ഒന്നതിന് പറയാനില്ല. പക്ഷേ ചേർന്നിരിക്കുക എന്നതാണ് പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ സംഗതി. അത് നമ്മുടെ ഉള്ളിലുണ്ടാവണം. അതുകൊണ്ടാണ് നിൻ്റെ സഹോദരനോട് നിനക്ക് വല്ലതും ഉണ്ടെങ്കിൽ അതുമൊക്കെ പരിഹരിച്ച് സ്നേഹത്തോടെ ആരാധന എത്രയും സ്നേഹത്തോടെ നമുക്ക് പങ്കെടുക്കാൻ പറ്റി, അതാണ് ഏറ്റവും വലിയ സുഹൃതം. വൈശിയും വൈരാഗ്യവും വെച്ചുകൊണ്ട് ആരാധന നടത്തിയ സുഹൃതം കിട്ടൂല കേട്ടോ. അത് പ്രത്യേകിച്ച് ഓർക്കും ഭാര്യ ഭർത്താക്കന്മാർ, അതുപോലെ സമൂഹത്തിലുള്ള എല്ലാവരും. പക്ഷേ പ്രശ്നങ്ങൾ ഇഷ്ടം പോലെയുണ്ട്, എല്ലാം പരിഹരിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഓർക്കും എനിക്ക് ഒത്തിരി ഉണ്ട്, എല്ലാം പരിഹരിക്കാൻ ഒക്കുകയില്ല. കർത്താവിനോട് തന്നെ എതിർപ്പുണ്ടായിരുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു. ഭ്രാക്കന്മാരുടെ എഴുത്തുകളിലെ ഒരു സംഭവം പറയട്ടെ പ്രാർത്ഥനയെക്കുറിച്ച്. ഭ്രാക്കന്മാരുടെ എഴുത്തുകളിലുള്ളതാണ്. പണ്ട് കാലത്ത് നടന്നു പോകുന്ന സന്യാസിമാരുണ്ട്. ഓരോ ആശ്രമങ്ങളിൽ ഇങ്ങനെ കയറി ഇറങ്ങി പ്രാർത്ഥിച്ച് അവരോട് കൂടി പോവും, ബണ്ടക്കെട്ടുമായിട്ട് ഇങ്ങനെ പോവും. ഇപ്പം അങ്ങനെ പോകുന്നവരുണ്ട്. കല്യാണം കഴിക്കാതെ അച്ഛന്മാരായ പിന്നെ അങ്ങനെ നടക്കുന്നവരുണ്ട്. ആയാൽ പിന്നെ അല്ലാത്തൊരു സന്യാസിമാരുണ്ട്. അത് വേറെ ഉദ്ദേശങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഓട്ടമൊക്കെ കിട്ടാൻ. ഞാൻ സന്യാസിമായ അച്ഛന്മാർ, ഞാനും അതാണല്ലോ ആ കൂട്ടത്തിലുള്ളതാണ്. അപ്പോൾ അത് എന്നെക്കുറിച്ച് കൂടി ചേർത്തായി പറയാമെന്ന് വിചാരിച്ചു. അതല്ല അന്നത്തെ സന്യാസം. അവരിങ്ങനെ 1-2 ആഴ്ച താമസിച്ച് പ്രാർത്ഥിച്ച് പോകും. അങ്ങനെ ഒരു സന്യാസിക്കൂട്ടം കപ്പലിൽ ഒരു ദ്വീപിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ അവർ ചൊല്ലുന്ന എന്നറിയോ? ദൈവമേ നീ പരിശുദ്ധനാവുന്നെന്ന് പകരം കേട്ടിട്ടുണ്ടോ? ദൈവമേ ഞാൻ പരിശുദ്ധനാവും. അവരാവുന്ന നോക്കി ഒന്ന് തിരുത്താൻ അവർ പറഞ്ഞു, അത് തെറ്റാണ്, ദൈവമാണ് പരിശുദ്ധൻ, നമ്മളല്ല. അപ്പോൾ അവർ പഠിച്ചു, ദൈവമേ നീ പരിശുദ്ധനാവുന്ന ഇതെല്ലാം പഠിച്ചേച്ച് ഇവർ യാത്ര പറഞ്ഞു. 1 ആഴ്ച കഴിഞ്ഞപ്പോഴേ അത് കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ നിന്നപ്പോൾ ഇവർക്ക് ഈ പ്രാർത്ഥന മറന്നുപോയി. എന്താ പറയേണ്ടതെന്നുള്ളൊരു ബോധ്യമില്ലാതായി. അപ്പം ഈ ബോട്ടിൽ ഇങ്ങനെ പോകുന്നവർ കുറേ ദൂരം പോയപ്പോൾ അവരൊരു കാഴ്ച കണ്ടു.
വെള്ളത്തിന്മീതെ ഒരുത്തൻ ഓടി വരുന്നു. ഓടി വന്ന് ചോദിച്ചാൽ ആ പ്രാർത്ഥന ചൊല്ലി നിങ്ങൾ മറന്നുപോയി, അത് ചോദിക്കാൻ വിട്ടതെന്ന് പറഞ്ഞു. ഉടനെ ബോട്ടിലിരുന്നവർ പറഞ്ഞു, ഈ വെള്ളത്തിൻ്റെ പുറത്ത് ഇങ്ങനെ പോകണം, ഞങ്ങൾക്ക് ബോട്ട് വേണം. സന്യാസിക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് സന്യാസി എന്ത് വേണേലും ചൊല്ലിക്കോ, ദൈവത്തിന് ഇഷ്ടമാണെന്നുള്ളത് ബോധ്യമാണ്. അപ്പം ദൈവത്തിന് നമ്മളുടെ കസർത്തോ നമ്മുടെ സ്വരരാഗങ്ങളൊക്കെയല്ല, നമ്മളുടെ സമർപ്പണം, മനസ്സ്, ഇതൊക്കെയാണ് ദൈവത്തിന് പ്രീതി. കായിൻ്റെതിന് കുഴപ്പം അതാണ്, അവൻ നേരത്തെ തന്നെ ചേട്ടനോട് അനിയനോട് ദേഷ്യം കാണും. ഹാബേൽ അങ്ങനെ ആയിരുന്നില്ല എന്ന് അവൻ്റെ പ്രകൃതം കൊണ്ട് നമുക്ക് മനസ്സിലാവും. അവസാനവും ക്ഷമ പറയുന്നുണ്ട്, നീ എല്ലാം എടുത്തോ, എനിക്കൊന്നും വേണ്ട എന്ന്. ഇത് നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. അത് വെച്ചുകൊണ്ട് 6 കാര്യങ്ങൾ വളരെ കമ്പിവേഗത്തിൽ പറഞ്ഞു. ആദ്യത്തെ ഞായറാഴ്ച അമ്മയുടേതാണ്. മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ഒരു സമൂഹത്തിൽ ഒരു കുറവുണ്ടായപ്പോൾ ആ കുറവ് അവരറിയാതെ തന്നെ ദൈവത്തിൻ്റെ മുമ്പാകെ കൊണ്ടെത്തിച്ചു. ഇവർക്ക് വീഞ്ഞില്ല, അത് ആരോടും പറഞ്ഞില്ല. അവിടെ പ്രത്യേകം കാണുന്നു, വിരുന്നുവാഴി ഒക്കെ സംഗതി പിടികിട്ടില്ല എന്നാ സംഭവിച്ചത്. വെള്ളം കോരി വെച്ച വിരുന്നുകാർക്ക് മാത്രമേ അറിയാൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ എനിക്ക് എന്നോടും പറയാനുള്ളത്, നമ്മൾ ആർക്ക് വേണ്ടും പ്രാർത്ഥിച്ചെങ്കിൽ, ആർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും സഹായം ചെയ്താൽ അത് 10 പേരെ അറിയരുത്. മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ വശമാണ്. നമ്മളുടെ ഒരു കാര്യം എന്തെങ്കിലും ഒരു സഹായം ചെയ്താൽ അത് 10 പേരോട് പറയും. പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരില്ല. അമ്മ ആരോടും പറഞ്ഞില്ല, അവർക്ക് വീഞ്ഞില്ല, പോയ വഴിക്ക് പറഞ്ഞു വേലക്കാരോട്, അവൻ നിങ്ങളോട് വല്ലതും പറഞ്ഞാൽ അത് ചെയ്യണം കേട്ടോ. അവർ ചെയ്തു, കാര്യം നടന്നു. അതാണ് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു വശമാണത്. അത് നമ്മുടെ ഈ പ്രാർത്ഥന ഘടകങ്ങളിൽ പെട്ട ഒന്നാണ്. രണ്ടാമത്തേത്, നേരിട്ട് തന്നെ ദൈവത്തോട് പറയണം. നാം ഒക്കെയും പാവികളും കുറഞ്ഞവരാണെങ്കിൽ തന്നെയും നമുക്കൊത്തിരി കാര്യങ്ങൾ പറയാൻ കാണും. ദൈവത്തിനൊരു വിഷമവുമില്ല. നിങ്ങൾക്കൊക്കെ എൻ്റെ അടുത്ത് വരാൻ പറ്റുന്നല്ലോ, എന്നേക്കാൾ എത്രയോ വലിയ അവസ്ഥയിലുള്ള ആ ദൈവത്തിന് നമ്മളോട് വാത്സല്യം കൂടുതലാണ്. നേരിട്ട് എത്ര കുറവുണ്ടെങ്കിലും അവിടെ പോയി പറയണം. അതായത് 2ാമത്തെ ഞായറാഴ്ച അതല്ലേ, കുഷ്ഠരോഗി ആർക്കും വേണ്ട, എല്ലാവരാലും തള്ളപ്പെട്ടവനാ, ചെന്ന് പറഞ്ഞു, കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. എന്തു ദയനീയമായിരുന്നു ആ പറച്ചിൽ. അത് നോക്കിയേ, നമ്മളങ്ങനെ ഒന്ന് പറഞ്ഞേ, നമ്മുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കും, കേട്ടിരിക്കും. രണ്ടാമത്തേത്, 1 മധ്യസ്ഥ പ്രാർത്ഥന, 2 നേരിട്ട് അപേക്ഷിക്കുക. 3ാമത്തേത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, സമൂഹത്തിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. ആ തളർവാദ രോഗി അവിടെ കർത്താവിൻ്റെ അടുത്തേക്ക് കൊണ്ടുചെന്നപ്പോൾ തളർവാദ രോഗിയുടെ വിശ്വാസമല്ലാണ്ട് സമൂഹത്തിൻ്റെ വിശ്വാസം. നമ്മൾ പലരെയും കുറിച്ച് കുറ്റം പറയും. ഞാൻ അന്നും പറഞ്ഞു, അച്ഛന്മാരെക്കുറിച്ചാണെങ്കിലും തിരുമേനിമാരെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് കാണും. നിങ്ങളിൽ തന്നെ നിങ്ങളെക്കുറിച്ചും ചിലപ്പോൾ ഞങ്ങൾക്ക് അച്ഛന്മാർക്കും തിരുമേനിമാർക്കും എല്ലാം ഒക്കെ പറയാൻ കാണും. അതേ സമയത്ത് അവരെയൊക്കെ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ച് ഫലമുണ്ടാവും. ഒരു ചേഞ്ച് എല്ലായിടത്തും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ചിലത് നന്നാവില്ല. അത് ആ ലാസറിൻ്റെയും ധനവാന്റെയും ഉപമയിൽ അത് നമുക്ക് വ്യക്തമാണ്. അവൻ്റെ പടിക്കൽ ഒരാളെ കൊണ്ട് കിടത്തിയിട്ട് പോലും അവൻ നോക്കിയില്ല, തിരിഞ്ഞു നോക്കിയില്ല. അവൻ്റെ കുഴപ്പം എന്തായിരുന്നു? അവൻ ധരിച്ചു വെച്ച് യഹൂദന്മാരെ കർത്താവ് അതും തിരുത്താൻ പറഞ്ഞതാണ്. യഹൂദന്മാർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, പരിച്ഛേദനയേറ്റാൽ സ്വർഗത്തിൽ പോകും. അത് അബ്രഹാം പിതാവ് ഈ പാതാളത്തെ കുഴിയിലോട്ട് പോകുന്നവരെ കൈക്കിങ്ങി പിടിച്ച് കരയിൽ കയറ്റിവിടും. അങ്ങനെ അബ്രഹാം പിതാവിൻ്റെ പണി അതായിരുന്നു എന്ന് അന്ന് യഹൂദന്മാരുടെ ചിന്ത. അതൊന്ന് കർത്താവ് തിരുത്തിയതാണ്. കർത്താവ് പറയുന്നത് എന്തോ, 2 പേരും മരിച്ചു, ധനവാൻ പാതാളക്കുഴിയിലേക്ക് പോയി, അവിടെ അബ്രഹാം പിടിച്ചില്ല, പിടിച്ചത് മടി കയറ്റിയിരുത്തി അറിയാ, ലാസറിനെ എന്ന് നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. നമ്മൾ സമൂഹമായി മറ്റുള്ളവർക്ക് വേണ്ടി, നമ്മൾ മാമോദീസ മുങ്ങിയെന്ന് പറയുന്ന സ്വർഗത്തിൽ പോകില്ല കേട്ടോ. നന്നായി ജീവിക്കണം. മാമോദീസ വേണ്ടി കുറവല്ല, വലുപ്പമാണ്, പക്ഷേ അതിനനുസരിച്ച് ജീവിക്കണം എന്നത് ആ ഉപമ എന്നെ നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആരോട് സമൂഹത്തിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ അറിയില്ല, കേരളത്തിലൊക്കെ ആണെങ്കിൽ ലഹരിയിൽ വളരെ മുഴുകിയ ഒരു ലോകമാണ്. അവിടെ ദൈവത്തിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. ആംബ്രോസ് പിതാവിൻ്റെ അടുത്ത് മോണിക്ക എന്ന് പറഞ്ഞു, തൻ്റെ മകൻ
നന്നായിട്ട് ജീവിക്കുന്നില്ല എന്ന് കരഞ്ഞു. ആംബ്രോസ് പറഞ്ഞു, പൊക്കൂ, കരയുന്ന അമ്മയുടെ കുഞ്ഞുങ്ങൾ മുടിയില്ല. അഗസ്തീനോസ് നന്നായി വന്നു. ഇപ്പോഴത്തെ അമ്മമാർക്ക് കണ്ണുനീരില്ല എന്നാണ് പറയണേ. ഇവിടുത്തെ അമ്മമാർക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. കണ്ണുനീരില്ലാത്തതാണ് കുഴപ്പം. ദൈവത്തോടെ സ്വർഗത്തിലേക്ക് ഒഴുകുന്ന പുഴയാണ് കണ്ണുനീരെന്നാണ് പറയുന്നത്. നമ്മൾ പ്രത്യേകിച്ച് നാലാമത്തെ വിഷയം, ചില സമയത്ത് നമ്മൾ മുട്ടി തന്നെ വിളിക്കണം. ചിലപ്പം നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിക്കും. അത് കനാനായക്കാരിയുടെ മകൾ, അവളെ സൗഖ്യമാക്കുമ്പോൾ കർത്താവ് ചെയ്ത പണി കണ്ടില്ല, എന്തോരം അതിനകത്തെല്ലാം കർത്താവ് നായേ എന്ന് വിളിച്ചതല്ല കേട്ടോ. നമുക്കങ്ങനെയൊക്കെ തോന്നും. അന്ന് യഹൂദന്മാർക്ക് അവരെ നായെന്നായിരുന്നു വിളിക്കാൻ ഇഷ്ടം. അതിന് അവരെയും കൂടെ ഒന്ന് ബോധവൽക്കരിക്കുകയായിരുന്നു കർത്താവ് ചെയ്തത്. പക്ഷേ അവളുടെ വിശ്വാസം, അവൾ എന്ത് തമാശയായിട്ടാണ് പറഞ്ഞത്, എനിക്കൊന്നും പറ്റില്ല. നമ്മളെ ഒരു കാര്യത്തിന് അടുത്ത് വന്നാൽ ഇപ്പോൾ അച്ഛന്മാരാരെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് അവർ ചിലപ്പം നിരസിച്ചാൽ പോയി പണി നോക്കിടുന്ന് പറയും, ഇല്ല അതിലേ പറയുള്ളൂ. പക്ഷെ അവിടെ ആ സ്ത്രീ ചെയ്തെന്താ? സ്ത്രീ അവിടെ കൊച്ചു തമാശയോട്, അതെ, നായ്ക്കളും മേശയ്ക്ക് വീഴുന്നൊക്കെ തിന്നുകൊണ്ടാണല്ലോ ജീവിക്കുന്നത്. ആ അവളുടെ വിശ്വാസം കർത്താവിനെ ആകർഷിച്ചു. മുട്ടി വിളിക്കണം. കർത്താവ് പറയുന്നില്ലേ ലൂക്കോസ് 18 ഇവിടെ പറയുന്ന ഒരു ഭരണാധിപനുണ്ടായിരുന്നു, അവിടെ ഒരു വിധവയുണ്ടായിരുന്നു. അവിടെ കാര്യം സഹായിക്കാൻ വേണ്ടി പലപ്പോഴും മുട്ടി വിളിച്ച് കൊടുത്തില്ല. പക്ഷേ അവസാനം അയാൾ വിചാരിച്ചു, ഇവൾക്ക് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇവളെന്നെ ശരിക്കും വെറുതെ വിടത്തില്ല, അതുകൊണ്ട് ചെയ്യണം. കർത്താവ് പറയുന്നതിനാ, അങ്ങനെ ആ സ്ത്രീ ധനവാന് ആ ഭരണാധിപന് തോന്നിയെങ്കിൽ തന്നെ എപ്പോഴും വിളിക്കുന്ന തൻ്റെ ഇടപെട്ടവരുടെ പ്രാർത്ഥന കേൾക്കും. ആറാമത്തെ വിഷയം നമ്മൾ ചിന്തിച്ചതായി കഴിഞ്ഞ ധ്യാനത്തിൽ, അത് ഓർക്കുന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. ദൈവനാമ മഹത്വത്തിന്, നമ്മുടെ പ്രാർത്ഥന ദൈവനാമ മഹത്വത്തിനായിരിക്കണം, നമ്മുടെ മഹത്വത്തിന് ആയിത്തീരരുത് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർക്കുക. നമ്മുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ദൈവവുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവുന്നത് ഏറ്റവും നല്ലതാണ്. അതില്ലാതാവുന്നതാണ് നമുക്കുള്ള പ്രശ്നം. ഞാൻ കോലഞ്ചേരി ഹോസ്പിറ്റലിൽ ഒരു ചെറിയ സംഭവം കൂടി പറഞ്ഞു നിർത്താം. കോലഞ്ചേരി ഹോസ്പിറ്റലിൽ അച്ഛനായിരിക്കുമ്പോഴേ, അന്ന് കോളേജല്ല, ഞാൻ ഇരിക്കുന്ന സമയത്ത് അവിടെ ഫ്രൈഡേ ക്ലാസ് എന്നും പറഞ്ഞൊരു ക്ലാസ്സുണ്ട്. സൺഡേ സ്കൂളിന് പകരമാണ്. അതിൽ 3 വയസ്സ് തൊട്ട് 14 വയസ്സ് വരെയുള്ള ഒരു 10-20 എണ്ണമുണ്ട്. ഇതിനെയെല്ലാം ഞാൻ കൈകാര്യം ചെയ്യണം എന്ന് ആലോചിച്ച് നോക്കിയ ദയനീയാവസ്ഥ. അപ്പം മധുവായുടെ പടിയിലായിരിക്കുന്നത് ഞാൻ, താഴത്ത് എല്ലാവരും ഇരിപ്പുണ്ട്. ഈ 3 വയസ്സുകാർ ഇപ്പം അമ്മമാർ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെയാണ്. അവരവിടെ കിടക്കുന്ന മെഴുതിരി സ്റ്റാൻഡിൽ നിന്ന് മെഴുതിരി എടുത്ത് എൻ്റെ തൊപ്പിക്കകത്ത് വെക്കും. ചിലർ കുരങ്ങന്മാരെടുത്തോണ്ട് വന്നാൽ തൊപ്പി എടുത്തുകൊണ്ട് പോകും. ഇതിനെല്ലാം ഇരുത്തി അങ്ങനെ ഇരിക്കുമ്പോൾ കഥകളൊക്കെ പറഞ്ഞാലേ രക്ഷയുള്ളൂ. വലിയ ശാസ്ത്രം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞു, ഇന്ന് നമുക്ക് ദൈവത്തെ കാണുന്ന എങ്ങനെയാണ്, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നതെന്നാൽ കേൾക്കാം. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ പപ്പ 10-30 വർഷം മുമ്പ് കേട്ടോ, ഇപ്പോഴത്തെ അല്ല. അതുകൊണ്ട് നിങ്ങളുടെ പപ്പ പുറത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ആ പപ്പ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? കതകെ മുട്ടും. കോളിംഗ് ബില്ലൊക്കെ ആയി വരുന്ന സമയം കേട്ടോ. അപ്പം പറഞ്ഞു, കതകെ മുട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? കഥ തുറന്നു കൊടുക്കുമോ? ഇല്ല. ആരാന്ന് ചോദിക്കും, വേറെ വല്ലവരും വന്നറിയാനായിട്ട്. അപ്പം പപ്പ എന്നാ പറയണേ ചോദിച്ചപ്പം പറഞ്ഞു, ഇത് ഞാനാന്ന് പറയും. ഞാൻ ചോദിച്ചു, എന്നിട്ട് നിങ്ങൾ കഥവ് തുറക്കുമോ? ഞാൻ പറഞ്ഞു, ആരാന്ന് പറഞ്ഞാൽ ആ പേര് പറയണ്ടേ? പപ്പ ഞാനാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത്? അപ്പോൾ ഒരു കൊച്ച്, ഇപ്പോഴും അവൻ ഡോക്ടറാട്ടോ, അവനെ കാണുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഡോക്ടർ കൊച്ച് മൂക്കത്ത് വരൽ വെച്ചിട്ട്, ഈ അച്ഛൻ ഒരു കുന്തവും അറിയില്ല, ഞങ്ങളുടെ പപ്പയുടെ ശബ്ദം കേട്ടാൽ ഞങ്ങൾക്കറിയാം. ഇന്ന് ഞാൻ നിങ്ങളോടൊരു ഹോംവർക്ക് തരാം കേട്ടോ. ദൈവത്തിൻ്റെ ശബ്ദം കേട്ടാൽ അറിയാമോ? അറിയാമെങ്കിൽ രക്ഷപ്പെട്ടു. അതിനായി ഈ ധ്യാനവും പ്രാർത്ഥനയും എല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിൽ വേണ്ട. ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ, ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് ട്യൂൺ ചെയ്ത് കിട്ടാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കാം. ദൈവം വരാൻ എൻ്റെ അദർശമായ വലുതറ നീട്ടി എന്നെ നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചിരിക്കുന്ന കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീയമായ സന്ധ്യാപ്രാർത്ഥനയിലും
വചന ശുശ്രൂഷ സംബന്ധിച്ച് നിങ്ങളെ എല്ലാവരെയും ദൈവം തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിച്ച് പുണ്യപ്പെടുത്തുമാറാവട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളെ നിങ്ങൾ മരിച്ചവരെയും പുണ്യപ്പെടുത്തുമാറാവട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ബലഹീനവും കുറവുള്ളതുമായ ഞങ്ങൾ കഴിച്ച ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങയുടെ ഉന്നതവും ശ്രേഷ്ഠവുമായ സിംഹാസന സന്നിധാനത്തെങ്കിൽ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി ആക്കി തീർക്കണമേ. അവോറോ റോഹോ കാദീശോ ഹശോ ബൗക്കുലസ്ബാൻ.